നമസ്കാരം. നമ്മൾക്കെല്ലാം രാമായണം സുപരിചിതമാണ്. തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയ കഥ. എന്നാൽ ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം അയോധ്യയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? എങ്ങനെയാണ് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്? തൻ്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മണൻ്റെ അന്ത്യം ഇത്ര ദാരുണമായത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനമായി രാമൻ്റെ പ്രാണപ്രിയനായിരുന്ന ഹനുമാനെ എന്തിനാണ് ഭഗവാൻ കളിപ്പിച്ചത്? ഇന്നും എന്നും ഹനുമാൻ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞുപോയ ആ ഹൃദയസ്പർശിയായ ആ അന്ത്യനിമിഷങ്ങളുടെ കഥയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഓരോ രാമഭക്തനും ഹനുമാൻ ഭക്തനും അറിഞ്ഞിരിക്കേണ്ട കണ്ണു നനയിക്കുന്ന കഥ. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണേ. ത്രേതായുഗം അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയായിരുന്നു. രാവണവധവും ലങ്കാവിജയവും കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു. ശ്രീരാമപ്രഭുവിൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു എന്ന് ദേവലോകം തിരിച്ചറിഞ്ഞു. മഹാവിഷ്ണു തൻ്റെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭഗവാൻ ശിവനും ബ്രഹ്മാവും ചേർന്ന് മരണത്തിൻ്റെ ദേവനായ യമധർമ്മനോട് ഈ കാര്യം ആവശ്യപ്പെട്ടു. ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ മടക്കയാത്രയ്ക്ക് സമയമായി എന്ന് ഓർമ്മപ്പെടുത്തുക. എന്നാൽ യമദേവൻ ഒരു പ്രതിസന്ധിയിലായി. ശ്രീരാമൻ വസിക്കുന്ന അയോധ്യയിലേക്ക് എത്തുക എന്നത് യമദേവന് അസാധ്യമായിരുന്നു. കാരണം സാക്ഷാൽ ഹനുമാൻ ശ്രീരാമൻ്റെ കാവൽക്കാരനായി ഉള്ളിടത്തോളം കാലം മരണത്തിന് ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പോലും കടക്കാൻ സാധിക്കുമായിരുന്നില്ല. ഹനുമാന്റെ കണ്ണു വെട്ടിച്ച് ശ്രീരാമന്റെ അരയിൽ എത്തുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. ശിവന്റെ അംശമായ ഹനുമാൻ തൻ്റെ പ്രഭുവിനെ സംരക്ഷിക്കാൻ 24 മണിക്കൂറും ജാഗ്രതയോടെ നിലകൊണ്ടു. ഒടുവിൽ ശ്രീരാമദേവൻ തന്നെ ആ സത്യം മനസ്സിലാക്കി. തൻ്റെ അവതാരം അവസാനിപ്പിക്കണമെങ്കിൽ ഹനുമാനെ അവിടെ നിന്നും മാറ്റിയേ തീരൂ. അതിനായി ഭഗവാൻ ഒരു തന്ത്രം ഉപയോഗിച്ചു. ഒരു ദിവസം രാവിലെ സരയൂ നദിക്കരയിൽ നിൽക്കുമ്പോൾ രാമൻ തൻ്റെ വിരലിലെ മോതിരം പതുക്കെ താഴെയിട്ടു. അത് തറയിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ പാതാളത്തിലേക്ക് വീണുപോയി. രാമൻ ഹനുമാനെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, ഹനുമാൻ, സീതാദേവി എനിക്ക് സ്നേഹപൂർവ്വം നൽകിയ മോതിരം ഈ ദ്വാരത്തിലൂടെ താഴേക്ക് വീണിരിക്കുന്നു. നീ അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചു. തൻ്റെ സ്വാമിക്കു വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറുള്ള ഹനുമാൻ ഒന്നും ആലോചിക്കാതെ ഇതാ ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു വരാം എന്ന് പറഞ്ഞ് തൻ്റെ ശരീരം ഒരു ഉറുമിനോളം ചെറുതാക്കി ആ ദ്വാരത്തിലൂടെ ഇറങ്ങിച്ചെന്നു. എന്നാൽ ആ ദ്വാരം ഒരു സാധാരണ കുഴി ആയിരുന്നില്ല, അത് പാതാളത്തിലേക്കുള്ള വഴിയായിരുന്നു. ഹനുമാൻ അവിടെ എത്തിയപ്പോൾ നാഗരാജാവായ വാസുകിയെ കണ്ടു. ഹനുമാൻ കാര്യങ്ങൾ ധരിപ്പിച്ചു. വാസുകി ഒരു വലിയ മാളികയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ച ഹനുമാനെ അമ്പരപ്പിച്ചു കളഞ്ഞു. ആ വലിയ മുറി നിറയെ സ്വർണ്ണമോതിരങ്ങൾ കുമിഞ്ഞുകൂടിയിരുന്നു. ലക്ഷക്കണക്കിന് മോതിരങ്ങൾ, എല്ലാം ശ്രീരാമൻ്റെ മോതിരങ്ങൾ പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഹനുമാൻ ആശയക്കുഴപ്പത്തിലായി. ഇതിൽ ഏതാണ് തൻ്റെ സ്വാമിയുടെ മോതിരം ചോദിച്ചു. അപ്പോൾ നാഗരാജാവ് ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു, ഹനുമാൻ, നീ ഈ കാണുന്ന എല്ലാ മോതിരങ്ങളും ശ്രീരാമൻ്റേത് തന്നെയാണ്. ഓരോ യുഗത്തിലും രാമൻ അവതരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അവതാരകാലം കഴിയുമ്പോൾ അദ്ദേഹം ഒരു മോതിരം താഴേക്കിടും. അത് തിരിഞ്ഞു വരുന്ന ഹനുമാന്മാർക്കുള്ള സൂചനയാണിത്. നീ ഇവിടെ മോതിരം തിരയുമ്പോൾ അവിടെ ഭൂമിയിൽ രാമൻ തൻ്റെ അവതാരം പൂർത്തിയാക്കുകയാണ്. കാലചക്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ വാക്കുകൾ കേട്ട ഹനുമാൻ സ്തംഭിച്ചുപോയി. തൻ്റെ സ്വാമി തന്നെ കബളിപ്പിച്ചത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്. അതേസമയം അയോധ്യയിൽ ഹനുമാന്റെ അഭാവത്തിൽ യമധർമ്മൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ രാമനെ സന്ദർശിച്ചു. രാമനോട് തനിക്ക് ചില കാര്യങ്ങൾ അതീവ രഹസ്യമായി സംസാരിക്കാനുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ യമൻ ഒരു നിബന്ധന വെച്ചു. നമ്മുടെ സംഭാഷണ മധ്യേ ആരെങ്കിലും ഈ മുറിയിലേക്ക് പ്രവേശിച്ചാൽ അവരെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കണം. രാമൻ അത് സമ്മതിച്ചു. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുജനെ
വാതിൽക്കൽ കാവൽ നിർത്തി രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ആരും അകത്തേക്ക് പ്രവേശിക്കരുത്. പ്രവേശിക്കുന്നവർക്ക് വധശിക്ഷ ഉറപ്പാണ്. ഇതെൻ്റെ കൽപ്പനയാണ്. യമനും രാമനും തമ്മിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടെ എത്തുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ രാമനെ കാണണം. ലക്ഷ്മണൻ വിനീതനായി അദ്ദേഹത്തെ തടഞ്ഞു. മഹർഷി, ശ്രീരാമദേവൻ ഇപ്പോൾ സ്വകാര്യ ചർച്ചയിലാണ്. ദയവായി അല്പസമയം കാത്തിരിക്കൂ. എന്നാൽ ദുർവാസാവ് പൊട്ടിത്തെറിച്ചു. എന്നെ തടയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്ക് ഇപ്പോൾ തന്നെ അകത്തു വിട്ടെങ്കിൽ ഞാൻ നിന്നെയും അയോധ്യയെയും നിന്റെ വംശത്തെ മുഴുവനെയും ഭസ്മമാക്കും. ലക്ഷ്മണൻ കടുത്ത സങ്കടത്തിലായി. ഉള്ളിൽ പോയാൽ തൻ്റെ മരണം ഉറപ്പാണ്. പോയില്ലെങ്കിൽ രാജ്യം നശിക്കും. തൻ്റെ ജീവനേക്കാൾ രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിച്ച ലക്ഷ്മണൻ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. രാജ്യം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മരണം വരിക്കാൻ തയ്യാറായി. ലക്ഷ്മണൻ അകത്തേക്ക് കയറി രാമന് വിവരം അറിയിച്ചു. തൻ്റെ പ്രിയ അനുജൻ മരണശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ രാമൻ തകർന്നുപോയി. യമനു നൽകിയ വാക്ക് ലംഘിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്നാൽ ലക്ഷ്മണനെ കൊല്ലാൻ തൻ്റെ കൈകൾ ഉയരുകയുമില്ല. രാമൻ തൻ്റെ ഗുരു വസിഷ്ഠനോട് ഉപദേശം തേടി. രാമ, പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കുന്നത് അവർക്ക് മരണത്തിന് തുല്യമാണ്. അതിനാൽ ലക്ഷ്മണനെ രാജ്യത്തു നിന്നും പുറത്താക്കുക. പക്ഷേ ലക്ഷ്മണന് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അത് രാമനില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കണ്ട. അങ്ങയെ വിട്ടുപിരിയുന്നതിലും നല്ലത് മരണമാണ് എന്ന് വിചാരിച്ച് ലക്ഷ്മണൻ നേരെ സരയൂ നദിക്കരയിലേക്ക് നടന്നു. അവിടെ വെച്ച് പ്രാർത്ഥനയോടെ അദ്ദേഹം ജലസമാധി അടഞ്ഞു. തൻ്റെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ തുണയും പോയതോടെ ശ്രീരാമനും മടങ്ങാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം സരയൂ നദിയുടെ തീരത്തേക്ക് നടന്നു. ഈ സമയം പാതാളത്തിൽ നിന്ന് മോതിരവുമായി ഹനുമാൻ തിരിച്ചെത്തി. നാഗരാജു പറഞ്ഞ കാര്യങ്ങൾ ഹനുമാന്റെ ഉള്ളിൽ ഭയം നിറച്ചിരുന്നു. അദ്ദേഹം അയോധ്യയിൽ എത്തിയപ്പോൾ കണ്ടത് നദിയിൽ ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന രാമനെയാണ്. സ്വാമി, എന്നെ ചതിച്ചതാണോ? എന്തിനാണ് എന്നെ മോതിരമെടുക്കാൻ അയച്ചത്? ഹനുമാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രാമൻ ശാന്തനായി ഹനുമാനെ അരികിൽ വിളിച്ചു പറഞ്ഞു, ഹനുമാൻ, നിനക്ക് മരണത്തെ തടയാൻ കഴിയും, എന്നാൽ വിധി തടയാൻ കഴിയില്ല. ഈ ഭൂമിയിലെ എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ യമന് എന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ മാറ്റി നിർത്തിയത്. ഹനുമാൻ രാമൻ്റെ പാദങ്ങളിൽ വീണു കരഞ്ഞു. എനിക്കും അങ്ങയുടെ കൂടെ വരണം. അങ്ങില്ലാത്ത ഈ ഭൂമി എനിക്കും വേണ്ട. എന്നാൽ രാമൻ ഹനുമാന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ലോകത്ത് ധർമ്മം നിലനിർത്താൻ നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ലോകാവസാനം വരെ ചിരഞ്ജീവിയായി വാഴണം. കലിയുഗത്തിൽ മനുഷ്യർക്ക് തുണയായി നീ ഭൂമിയിൽ ഉണ്ടാകണം. എവിടെ രാമനാമം ജപിക്കപ്പെടുന്നുവോ അവിടെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ശ്രീരാമൻ പതുക്കെ സരയൂ നദിയിലേക്ക് തൻ്റെ പാദങ്ങൾ വെച്ചു. അദ്ദേഹം തൻ്റെ ചതുർബാഹുവായ മഹാവിഷ്ണു രൂപം സ്വീകരിച്ചു. ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. അയോധ്യയിലെ അന്തരീക്ഷം ദിവ്യമായ പ്രകാശത്താൽ നിറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. ജീവിതം ഒരു ചക്രം ആണെന്നും ജനനം മരണവും വിധിയുടെ ഭാഗമാണെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നും ഹനുമാൻ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഹിമാലയത്തിലെ ഏതോ ഒരു നിഗൂഢ കോണിലിരുന്ന് അദ്ദേഹം ഇന്നും രാമരാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം അധർമ്മത്തിന് നമ്മെ തൊടുവാൻ കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.